Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Write any three assumptions used in the derivation of one-dimensional heat equation. ഇത് ഡിസംബർ 2021 ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം ഹീറ്റ് ഇക്വേഷന്റെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്താണ്? ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് ഹീറ്റ് ഇക്വേഷൻ. ഈ ഹീറ്റ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ 2-3 അസംഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കുന്നത്. ഒന്നാമത്തെ അസംഷൻ ഇതാണ്: ഹീറ്റ് ഫ്ലോസ് ഫ്രം എ ഹയർ ടെമ്പറേച്ചർ ടു എ ലോവർ ടെമ്പറേച്ചർ. ഹീറ്റ് ഫ്ലോസ് ഫ്രം എ ഹയർ ടെമ്പറേച്ചർ ടു എ ലോവർ ടെമ്പറേച്ചർ. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്: ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മാസ് ആൻഡ് ടെമ്പറേച്ചർ. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ദി റേറ്റ് അറ്റ് വിച്ച് ഹീറ്റ് ഫ്ലോസ് എനി ഏരിയ is jointly proportional to the area and to the temperature gradient, normal to the area. ഈ മൂന്ന് അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹീറ്റ് ഇക്വേഷന്റെ ഡെറൈവ് ചെയ്തെടുക്കുന്നത്. ഹീറ്റ് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ അത് ഡെറൈവ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അസംഷൻസ് 3 അസംഷൻസ് എഴുതാനാണ് എക്സാമിനേഷൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ഡിസംബർ 2021 ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഒന്നാമത്തെ അസംഷൻ എന്താണ്? ഹീറ്റ് ഫ്ലോസ് ഫ്രം എ ഹയർ ടെമ്പറേച്ചർ ടു എ ലോവർ ടെമ്പറേച്ചർ. ഒന്നാമത്തെ അസംഷൻ ആണ്. രണ്ടാമത്തെ അസംഷൻ എന്താണ്? ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മാസ് ആൻഡ് ടെമ്പറേച്ചർ. മൂന്നാമത്തെ അസംഷൻ എന്താണ്? The rate at which heat flows any area is jointly proportional to the area and to the temperature gradient, normal to the area. ഇങ്ങനെ 3 അസംഷൻസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ആയി മാറും. ഇത് ഡിസംബർ 2021 ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.